നമസ്കാരം. എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോളേജ് ഓഫ് ഹിന്ദുസം സ്പെഷ്യൽ വീഡിയോ പാർട്ട് 9 ആണ്. വീഡിയോയിലേക്ക് പോവാം. നാഗവും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഗണപതിയുടെ അരഞ്ഞാണമാണ് നാഗം. സർപ്പം ഏത് പേരിലാണ് ഗണപതിയുടെ അരഞ്ഞാണമായി വിളങ്ങുന്നത്? ഉദരബന്ധനം എന്ന പേരിൽ. മഹാവിഷ്ണുവും സർപ്പവുമായുള്ള ബന്ധം എന്ത്? അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുറത്താണ് മഹാവിഷ്ണു ശയിക്കുന്നത്. ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്ത്? സർപ്പത്തെ ശിവൻ ആഭരണമായി ധരിക്കുന്നു. പാലാഴി മദനത്തിൽ കയറാക്കിയത് ആരെയാണ്? വാസുകി എന്ന സർപ്പത്തെ. സർപ്പങ്ങളുടെ മാതാവ് ആരാണ്? കശ്യപ മുനിയുടെ ഭാര്യയായ കന്ദ്രു. സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏതു മാസത്തിലാണ്? ശ്രവണ മാസത്തിൽ. ഗരുഡനും സർപ്പങ്ങളും രമ്യതയിലായി വരുന്ന ദിവസം ഏത്? നാഗപഞ്ചമി ദിവസം. നാഗപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ ഏതെല്ലാം? നൂറും പാലും, സർപ്പബലി, സർപ്പപ്പാട്ട്. നാഗലക്ഷ്മി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക സർപ്പക്കാവ് അനന്തൻകാവ്. സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന കല്ലിനെ പറയുന്ന പേരെന്ത്? ചിത്രകൂടക്കല്ല്. നാഗരാജാവ് അനന്തൻ്റെ പത്നിയുടെ പേര് നാഗലക്ഷ്മി. ശത്രു നിഗ്രഹത്തിനായി അയക്കുന്ന ഒരു അസ്ത്രം ഏത്? നാഗാസ്ത്രം. സർപ്പങ്ങളുമായി ബന്ധമുള്ള പേരുകേട്ട ഇല്ലം ഏത്? പാമ്പുമേക്കാട്ടുമന. കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗാരാധന ക്ഷേത്രങ്ങൾ ഏതെല്ലാം? അനന്തൻകാട് തിരുവനന്തപുരം, വെട്ടിക്കോട് കായംകുളം, മണ്ണാർശാല ഹരിപ്പാട്, അനന്തൻകാവ് കോട്ടയം, പുതുക്കൊള്ളം തൊടുപുഴ, പള്ളിപ്പുറത്തുകാവ് നാഗദേവസ്ഥാനം തിരുവനന്തപുരം, നാഗാമ്പുഴി വൈക്കം, ആമേഡ് എറണാകുളം, പാതിരാങ്കുന്നത്ത് ഷൊർണൂർ, അത്തിപ്പറ്റ പാലക്കാട്. ദശാവതാരങ്ങളുടെ ആരുടെ ആത്മാവാണ് നാഗമായി രൂപാന്തരപ്പെട്ടത്? ബലരാമൻ. നാഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി നടന്നിരുന്ന വിഭാഗം ഏത്? പുള്ളുവന്മാർ. ജാതകദോഷം തീർക്കുന്ന നാഗരാജാവ്? അഷ്ടനാഗങ്ങളുടെ ഏഴാമനായ ഗുളികൻ. ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശേഷൻ. അഷ്ടനാഗങ്ങൾ ഏതെല്ലാം? അനന്തൻ, വാസുകി, തക്ഷൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ, ശംഖപാലൻ. ശിവശരീരത്തിൽ അണിയുന്ന കുണ്ഡലങ്ങളിൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പേനവൻ, പിങ്കാളൻ. ശിവശരീരത്തിൽ അണിയുന്ന വളകൾ നാഗങ്ങൾ ഏതു പേരിൽ അറിയുന്നു? അശ്വാരൻ, തക്ഷകൻ. നാഗപ്രീതിക്കു വേണ്ടി പുള്ളുവന്മാർ പാടുവാൻ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? വീണ, കുടം, കൈമണി. സർപ്പവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനത്തെ വിളിക്കുന്ന പേരെന്ത്? സർപ്പോത്സവം. സർപ്പോത്സവത്തിൽ പ്രീതിപ്പെടുത്തുന്ന നാഗങ്ങൾ ഏവ? നാഗരാജാവ്, നാഗയക്ഷി, സർപ്പയക്ഷി, നാഗകന്യ, നാഗലക്ഷ്മി, നാഗചാമുണ്ഡി, മണിനാഗം, കുഴിനാഗം, കരിനാഗം, എരിനാഗം, പറനാഗം, അഞ്ചരമണിനാഗം. അഷ്ടനാഗങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ നാലായി തരം തിരിച്ചിരിക്കുന്നു. നാഗാരാധന ബന്ധമുള്ള സ്ഥലനാമങ്ങൾ ഏവ? നാഗപ്പൂർ, നാഗപട്ടണം, നാഗർകോവിൽ, നാഗാലാൻഡ്. വേദങ്ങൾ എത്രണ്ണമാണ് ഉള്ളത്? 4. 4 വേദങ്ങൾ ഏതെല്ലാമാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദത്തിൻ്റെ വിഷയം എന്താണ്? ജ്ഞാനം. യജുർവേദത്തിൻ്റെ വിഷയം എന്താണ്? കർമ്മം.
സാമവേദത്തിൻ്റെ വിഷയം എന്താണ്? ഉപാസന. അഥർവവേദത്തിൻ്റെ വിഷയം എന്താണ്? വിജ്ഞാനം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ജലാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? മനഃശാന്തി. സുബ്രഹ്മണ്യ സ്വാമിക്ക് മഞ്ഞൾ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? തിന്മ അകറ്റാൻ. സുബ്രഹ്മണ്യ സ്വാമിക്ക് വാസനാദ്രവ്യ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുസ്സിന് വർധനവ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചന്ദനാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ധനത്തിന്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ദീർഘായുസ്സിന്. സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈരാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? സന്താനലബ്ധിക്ക്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശർക്കരാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുവിജയത്തിന്. സുബ്രഹ്മണ്യ സ്വാമിക്ക് എള്ളെണ്ണ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ജീവിത സൗഖ്യത്തിന്. ശിവന് അഭിഷേകം ചെയ്ത പാൽ, ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാലുള്ള ഫലം എന്താണ്? ഉദരരോഗങ്ങൾ ശമിക്കുമെന്നാണ് വിശ്വാസം. ശിവന് നെയ്യ് അഭിഷേകം ചെയ്താലുള്ള നെയ്യ് സേവിച്ചാലുള്ള ഫലം എന്താണ്? ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ശിവഭഗവാന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം എന്താണ്? രോഗശാന്തി ഉണ്ടാകും. ശിവഭഗവാന് പനിനീർ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം എന്താണ്? ശരീര സൗഖ്യം. ശിവഭഗവാന് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം എന്താണ്? പാപനാശനവും ദുരിതമോചനവും. ശിവഭഗവാന് നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ഏഴര ശനി, കണ്ടശനി, ശനിദശ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. ശിവഭഗവാന് എള്ളുകൊണ്ട് പൂജ നടത്തിയാലുള്ള ഫലം എന്താണ്? ശനിദോഷം അകലും. ശിവഭഗവാന് നീലപ്പട്ട് സമർപ്പിച്ചാലുള്ള ഫലം എന്താണ്? ആഗ്രഹങ്ങൾ നടക്കും. ശിവഭഗവാന് ചുവപ്പ് പട്ട് സമർപ്പിച്ചാലുള്ള ഫലം എന്താണ്? ശത്രുദോഷം തീരുമെന്നാണ് വിശ്വാസം. ശിവഭഗവാന് മഞ്ഞപ്പട്ട് നൽകിയാലുള്ള ഫലം എന്താണ്? ജ്ഞാനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശിവഭഗവാന് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പൂജ ചെയ്താലുള്ള ഫലം എന്താണ്? മനഃശാന്തി കിട്ടും. ശിവഭഗവാന് തിങ്കളാഴ്ചകളിൽ താമര സമർപ്പിച്ചാലുള്ള ഫലം എന്താണ്? വിവാഹം നടക്കും. ലക്ഷക്കണക്കിനു സ്ത്രീകൾ മാത്രം പൊങ്കാലയിടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ക്ഷേത്രം ഏതാണ്? കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രം. സ്ത്രീകൾ മാത്രം പൂജാരിണിയാകുന്ന ക്ഷേത്രം ഏതാണ്? മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. സ്ത്രീകളെ പീഠത്തിൽ ഇരുത്തി നാരി പൂജ ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ദേവിയുടെ ആർത്തവ ദിനങ്ങൾ ആഘോഷിക്കുന്ന ക്ഷേത്രം ഏതാണ്? ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം. ഉദ്ദിഷ്ടകാര്യത്തിന് ഭക്തർ അരയാലിൽ മണികെട്ടി പ്രാർത്ഥിക്കുന്ന ക്ഷേത്രം ഏതാണ്? കാട്ടിൽ മേക്കത്തിൽ ഭഗവതി ക്ഷേത്രം. ദർശനത്തിനു ശേഷം ഭക്തർ ക്ഷേത്ര പരിസരത്ത് മീൻകറി വെച്ചു കഴിക്കുന്ന ക്ഷേത്രം ഏതാണ്? മാണ്ടക്കാട് ഭഗവതി ക്ഷേത്രം. വർഷത്തിൽ 365 ദിവസവും പിതൃബലി നടക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവല്ലം പരശുരാമ ക്ഷേത്രം. മേൽക്കൂരയും വിഗ്രഹപ്രതിഷ്ഠയുമില്ലാത്ത വനദുർഗ ക്ഷേത്രം ഏതാണ്? കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. പാർവതി ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവൈരാണിക്കുള ശിവക്ഷേത്രം. ഒരു ദേവിയെ 3 രൂപത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? കരിക്കകം ദേവീ ക്ഷേത്രം.
ശ്രീ ഭദ്രകാളിയുടെ കിരീടം വെച്ച് ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? വെള്ളയാണി മുടിപ്പുര. കാസർഗോഡ് ക്ഷേത്രകുളത്തിലെ മുതലയ്ക്ക് പടച്ചോർ നൽകുന്നിട ക്ഷേത്രം ഏതാണ്? അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം. ഏഴപ്പൊന്നാനയിൽ എഴുന്നള്ളത്ത് നടത്തുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അസുര നിഗ്രഹത്തിന് ചിലന്തി രൂപം കൈക്കൊണ്ട ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? പള്ളിയറ ചിലന്തിയമ്പലം ക്ഷേത്രം. അമ്പലം ഇല്ലാതെ ആൽത്തറയിൽ മഹാദേവൻ കുടികൊള്ളുന്ന ഇടം എവിടെയാണ്? ഓച്ചിറ പരബ്രഹ്മം. ശ്രീകൃഷ്ണൻ ബാലകനായി കുടികൊള്ളുന്ന ക്ഷേത്രം എവിടെയാണ്? ഗുരുവായൂർ. പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും ഗണപതിയുടെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. പാമ്പുകടിയേറ്റവരുടെ വിഷചികിത്സ നടത്തുന്ന ക്ഷേത്രം ഏതാണ്? അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം. ബാധാരോഗ ദുരിതരുടെ ഏക ആശ്രയം നൽകുന്ന ക്ഷേത്രം ഏതാണ്? ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. വർഷത്തിൽ എന്നും അന്നദാനം നൽകുന്ന ക്ഷേത്രം ഏതാണ്? ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. കോഴിയെ പറത്തൽ ചടങ്ങ് ഉള്ള ക്ഷേത്രം ഏതാണ്? ചേർത്തല കാർത്യായനി ക്ഷേത്രം. ദാരിക നിഗ്രഹത്തിന് ശേഷം ശ്രീ ഭദ്രകാളി കുടിയിരിക്കുന്ന ക്ഷേത്രം ഏതാണ്? കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. പട്ടാളക്കാരുടെ ഉത്തരവാദിത്തത്തിൽ പട്ടാളം നടത്തുന്ന ക്ഷേത്രം ഏതാണ്? പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. മുത്തപ്പന് കള്ളും ഉണക്കമീനും നിവേദ്യം നൽകുന്ന ക്ഷേത്രം ഏതാണ്? കണ്ണൂർ പശ്ശിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ദുര്യോധനന് പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം ഏതാണ്? കൊല്ലം മലനട ക്ഷേത്രം. വർഷത്തിൽ എല്ലാ ദിവസവും കഥകളിയുള്ള ക്ഷേത്രം ഏതാണ്? തിരുവല്ല വല്ലഭ ക്ഷേത്രം. ശിവഭഗവാന് പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? തിങ്കളാഴ്ച. ശിവൻ എന്ന അർത്ഥം എന്താണ്? മംഗളം, ഐശ്വര്യം, നന്മ, പൂർണ്ണത. ശിവഭഗവാന്റെ ആഭരണം എന്താണ്? വാസുകി. ശിവഭഗവാന്റെ ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ്? എരുക്ക്, കൂവളം. ശിവഭഗവാന്റെ പ്രധാനപ്പെട്ട വ്രതങ്ങൾ ഏതെല്ലാം? തിങ്കളാഴ്ച, തിരുവാതിര, പ്രദോഷം, ശിവരാത്രി. ശിവഭഗവാന്റെ വാഹനം ഏതാണ്? കാള. ശിവഭഗവാന്റെ പ്രധാന ആയുധം എന്താണ്? തൃശൂലം. ശിവഭഗവാന്റെ പ്രധാന ഭൂതഗണം ഏതാണ്? നന്ദി. ശിവഭഗവാന്റെ സർവലോക ഗുരുഭാവം ഏതാണ്? ദക്ഷിണാമൂർത്തി. ശിവഭഗവാന്റെ സംഹാരഭാവം ഏതാണ്? നടരാജ. ശിവഭഗവാന്റെ രോഗരക്ഷാഭാവം ഏതാണ്? വൈദീശ്വരൻ. ശിവഭഗവാന്റെ പ്രധാന അഭിഷേകം ഏതാണ്? ക്ഷീരം, ജലം. ശിവഭഗവാന്റെ പ്രധാന ഹോമം ഏതാണ്? മൃത്യുഞ്ജയ ഹോമം. ശിവജടയുടെ പേരെന്താണ്? കപിർദം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത്. അപ്പം ഞാനുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇതിന് മുൻ വീഡിയോകൾ കാണാത്തവർ ദയവായി കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.